ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 13 അപ്പീൽസ്, റിവിഷൻസ് ആൻഡ് റിവ്യൂ ആണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. KCS ആക്ട് ചാപ്റ്റർ 13 അപ്പീൽസ്, റിവിഷൻ ആൻഡ് റിവ്യൂ. സെക്ഷൻ 81 മുതൽ 87 വരെയാണ് ഈ ഭാഗത്തിലുള്ളത്. KCS ആക്ട് ചാപ്റ്റർ 13 അപ്പീൽസ്, റിവിഷൻ ആൻഡ് റിവ്യൂ. സെക്ഷൻ 81 മുതൽ 87 വരെ. അപ്പോൾ സെക്ഷൻ 81 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 81 ട്രിബ്യൂണൽ. സെക്ഷൻ 81 ട്രിബ്യൂണൽ. എന്താണ് ട്രിബ്യൂണൽ എന്ന് നോക്കാം. ട്രിബ്യൂണൽ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ്. RCSൻ്റെ അവാർഡിനും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഓർഡറിനും എഗെയിൻസ്റ്റായി അപ്പീൽ നൽകുന്ന അപ്പലേറ്റ് അതോറിറ്റിയാണ് ആര്? ട്രിബ്യൂണൽ കേട്ടോ. ട്രിബ്യൂണൽ ആരാണ്? ട്രിബ്യൂണൽ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ്. RCSൻ്റെ അവാർഡിന്മേലും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ അവാർഡിന്മേലും എഗെയിൻസ്റ്റ് അപ്പീൽ നൽകുന്ന ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ട്രിബ്യൂണലിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടുള്ളത് സെക്ഷൻ 2Tയിൽ ഡിഫൈൻസ് ട്രിബ്യൂണൽ മീൻസ് ദ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 81 എന്നാണ് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ T ആണ് ട്രിബ്യൂണലിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് ഷോൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ടു എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ദ ട്രിബ്യൂണൽ അണ്ടർ ദിസ് ആക്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ ആരായിരിക്കണം? ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് ആണ്. മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ ആരായിരിക്കണം? ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ് ജഡ്ജ് പദവി വഹിക്കുന്ന ആളായിരിക്കണം മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിബ്യൂണലിൻ്റെ മെമ്പറിൻ്റെ ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ എന്ന് ഓർത്തിരിക്കണം. The term salary and allowances and other conditions for service of the member shall be decided by government from time to time. അതായത് സാലറിയും അലവൻസസും ടേമും കാലാവധിയും എല്ലാം തീരുമാനിക്കുന്ന മറ്റു കണ്ടീഷൻസ് എല്ലാം ഈ മെമ്പറുമായി ബന്ധപ്പെട്ട എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് ഫ്രം ടൈം ടു ടൈം കേട്ടോ. The government shall make rules for regulating the procedure and disposal of the business of the tribunal. ഗവൺമെൻറ് തന്നെയാണ് റൂൾസ് ഉണ്ടാക്കുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊസീജിയേഴ്സും ഡിസ്പോസൽ ഓഫ് ബിസിനസ്സും എല്ലാം ട്രിബ്യൂണലിൻ്റെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അതായത് സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. ട്രിബ്യൂണലിന് താഴെയുള്ളത് അത് ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിലുള്ള ആളാണ് സെക്രട്ടറി ആവുക കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറിയാണ്. സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ കുറയരുത് കേട്ടോ, അത് ഓർത്തിരിക്കുക. പിന്നെ മുമ്പ് ഒരു റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? അത് റൂളിൽ വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന്. ട്രിബ്യൂണലിൽ റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറിയുടെ ചുമതലയാണ്. അത് റൂളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. 81A ആണ് അടുത്ത സെക്ഷൻ. ഈ സെക്ഷനിൽ പ്രധാനപ്പെട്ടത് സെക്ഷൻ 81 ട്രിബ്യൂണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്താണ്. ഗവൺമെൻറ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ മെമ്പറാണ് ട്രിബ്യൂണലിൽ പവേഴ്സ് എല്ലാം ചെയ്യുന്നത്. ഈ മെമ്പറുടെ പോസ്റ്റ് എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം അല്ലേ, അതിൽ കുറയാൻ പാടില്ല. ടേമും സാലറി അലവൻസസും ആൻഡ് അതർ കണ്ടീഷൻസ് എല്ലാം ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് ഫ്രം ടൈം ടു ടൈം. റൂൾസ് മേക്ക് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും എല്ലാം ഗവൺമെൻറ് തന്നെയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറിയാണ്. സെക്രട്ടറി ആരിൽ കുറയാൻ പാടില്ല? ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ കുറയാൻ പാടില്ല എന്ന് ഓർത്തിരിക്കാം. സെക്ഷൻ 81 ട്രിബ്യൂണൽ.
81A പ്രൊവിഷൻസ് ആസ് ടു സെർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ്. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. 81A അതായത് ട്രിബ്യൂണൽ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്, പ്രൊസീഡിങ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 81A. പിന്നെ പ്രധാനപ്പെട്ടത് അപ്പീൽസ് ടു ട്രിബ്യൂണലാണ്. 82 സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ. അപ്പീൽസ് ടു ട്രിബ്യൂണൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ് എന്നാണ് അപ്പീൽസ് ടു ട്രിബ്യൂണലിൽ പറയുന്നത് കേട്ടോ. അപ്പീൽസ് ടു ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് അപ്പീൽ ട്രിബ്യൂണലിന് ഫയൽ ചെയ്യുന്നത് ആരുടെയൊക്കെ ഓർഡറിൻ്റെ എതിരെയാണ്. ആർബിട്രേഷൻ കോർട്ടിൻ്റെ എതിരെ എന്ത് ചെയ്യാം? ആർക്ക് ഫയൽ ചെയ്യാം? ട്രിബ്യൂണലിന് ഫയൽ ചെയ്യാം. പിന്നെ ഓർഡർ ഓഫ് രജിസ്ട്രാർ, പിന്നെ ഓർഡർ ഓഫ് ആർബിട്രേറ്റർ. ഇങ്ങനെ ഈ 3 കേസിലാണ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധിക്കെതിരെ, RCSൻ്റെ വിധിക്കെതിരെ, അതായത് രജിസ്ട്രാറിൻ്റെ വിധിക്കെതിരെ, ഓർഡർ ഓഫ് ആർബിട്രേറ്റർ. ഈ 3 കേസിലാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പീൽ കൊടുക്കുന്നത്, ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നത്. ഫോം നമ്പർ 15 കേട്ടോ. അപ്പീൽ മെമ്മോറാണ്ടം ഓഫ് ദ ട്രിബ്യൂണൽ ഷാൾ ബി ഇൻ ഫോം നമ്പർ 15 ആണ് ഓർത്തിരിക്കുക. അപ്പീൽ മെമ്മോറാണ്ടം ഓഫ് ദ ട്രിബ്യൂണൽ ഷാൾ ബി ഇൻ ഫോം നമ്പർ 15 ആണ്. അപ്പീൽസ് ടു ട്രിബ്യൂണൽ ഏതൊക്കെ കേസിൽ കൊടുക്കാം? ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധിക്ക് എഗെയിൻസ്റ്റ് കൊടുക്കാം, ഓർഡർ ഓഫ് RCS എഗെയിൻസ്റ്റ് കൊടുക്കാം, ഓർഡർ ഓഫ് ആർബിട്രേറ്റർ അത് സെക്ഷൻ വെച്ച് പറയുന്നതാണ് ഇവിടെ. ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 70 അവാർഡുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. 70-1 അതായത് അവാർഡുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ആരായിരിക്കും വിധി പ്രഖ്യാപിക്കുക? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലേ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പുറപ്പെടുവിച്ച വിധിയിന്മേൽ ആർക്ക് അപ്പീൽ കൊടുക്കാം? ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ഓഫ് രജിസ്ട്രാർ സെക്ഷൻ 14 പ്രകാരം, സെക്ഷൻ 14 എന്താണ്? അപ്പോൾ അമാൾഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റിയാണ് സെക്ഷൻ 14. അപ്പോൾ സെക്ഷൻ 14മായി ബന്ധപ്പെട്ട രജിസ്ട്രാർ പുറപ്പെടുവിച്ച വിധിക്ക് എതിരെയുള്ള അപ്പീൽ എവിടെ കൊടുക്കാം? ട്രിബ്യൂണലിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 70 അവാർഡുമായി ബന്ധപ്പെട്ട തന്നെയാണ് അവിടെയും. അതായത് ഈ 76 എന്താ പറയണത്? 70 അവാർഡ് ആയി ബന്ധപ്പെട്ടതാണ്. 76 പറയണത് രജിസ്ട്രാർ ഒരു ആർബിട്രേറ്ററെ നിയമിക്കും എന്നാണ് പറയണത്. അതായത് രജിസ്ട്രാർ ചില കേസുകളിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ആർബിട്രേറ്ററെ നിയമിക്കും. ആ ആർബിട്രേറ്റർ കൊടുക്കുന്ന അവാർഡിന് എതിരെ അപ്പീൽ ആർക്ക് കൊടുക്കാം? ആർക്കാ കൊടുക്കുക? ട്രിബ്യൂണലിനാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 3 കേസാണ് പറയണത്. അപ്പോൾ ഈ 3 കേസും ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. ഏതൊക്കെ 3 കേസ്? എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ, ഏത് പേഴ്സൺ ആണെങ്കിലും. ഇപ്പോൾ ഒരു അഗ്രീവ് വന്നു, അവരുടെ ഒരു വിധി വന്നു, അവരുടെ ഒരു വിധി നമുക്ക് എതിരായിട്ടാണ് തോന്നുന്നത്, അവരുടെ വിധി നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് അപ്പീൽ കൊടുക്കുന്നത് ട്രിബ്യൂണലിലാണ് കേട്ടോ. ആരുടെയൊക്കെ വിധിക്കെതിരെയാണ്? പൊതുവായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധിക്കെതിരെ, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 71 രജിസ്ട്രാർ ഓർഡറിനെതിരെ, അതായത് അമാൾഗമേഷനുമായി ബന്ധപ്പെട്ട് 14, അമാൾഗമേഷനുമായി ബന്ധപ്പെട്ട് 14(8), 14(9) ഒക്കെ പറയുന്നുണ്ട്. ആ വിധിക്കെതിരെയും എവിടെ കൊടുക്കാം? ട്രിബ്യൂണലിൽ കൊടുക്കാം. പിന്നെ അടുത്തത് വരുന്നത് ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 പ്രതിപാദിക്കുന്നത് ഓർഡർ ഓഫ് ആർബിട്രേറ്റർ ആണ് കേട്ടോ. ആർബിട്രേറ്റർ രജിസ്ട്രാർ നിയമിച്ചിട്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്ന വിധിയാണ് ഈ 70(6) പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിധി വന്നാലും അതിന് എഗെയിൻസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആർക്ക് അപ്പീൽ കൊടുക്കാം? ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാം. അപ്പോൾ ഈ 3 കേസ് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ ഈ സെക്ഷൻസ് ഓർക്കാൻ പറ്റില്ലെങ്കിലും ആർക്കെതിരെ എന്ന് ആർബിട്രേഷൻ കോർട്ട്, ഓർഡർ ഓഫ് ആർബിട്രേഷൻ കോർട്ട്, ഓർഡർ ഓഫ് RCS, ഓർഡർ ഓഫ് ആർബിട്രേറ്റർ, ഈ 3 മിനിമം ഓർത്തിരിക്കണം കേട്ടോ. സെക്ഷൻ ഓർത്ത് വെച്ചാൽ നല്ലത്. ഓക്കെ. അടുത്തത് ഈ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ല, എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 60 days ആണ് കേട്ടോ. വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡ്. അതായത് ആ അവാർഡിനും ഡിസിഷനും 60 ദിവസത്തിന് ഉള്ളിൽ എന്ത് കൊടുക്കണം? അവാർഡ് ലഭിച്ചതിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ദ ട്രിബ്യൂണൽ ഷാൾ പാസ് ആൻ ഓർഡർ. അപ്പോൾ തിരിച്ച് നമുക്ക് എങ്ങനെ 6 മാസത്തിനകം വിധി തരണം എന്നാണ് കേട്ടോ. ദ ട്രിബ്യൂണൽ ഷാൾ പാസ് ആൻ ഓർഡർ വിത്തിൻ 6 months. 60 ദിവസത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് അപ്പീൽ ഫയൽ ചെയ്യണു, നമുക്ക് 6 മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് ട്രിബ്യൂണൽ ഒരു ഓർഡർ പാസ് ചെയ്ത് തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റും ഓർത്തിരിക്കുക. 60 ദിവസം അങ്ങോട്ട് കൊടുക്കുന്നു, 6 മാസം ഇങ്ങോട്ട് കേട്ടോ.
വിത്തിൻ 6 months തിരിച്ചു കിട്ടുന്നു. ദ ട്രിബ്യൂണൽ ഷോൾ പാസ് ആൻ ഓർഡർ വിത്തിൻ 6 months വിത്ത് ഡയറക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കോപ്പീസ് വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പാർട്ടീസിന് വിത്തിൻ 15 days ആണ് പറയുന്നത് കേട്ടോ. 15 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓർഡർ പാസ്സായി 15 ദിവസത്തിനകം പാർട്ടീനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. ബട്ട് ആസ് പെർ റൂളിൽ 116 റൂളിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓർഡർ വിത്തിൻ 7 days എന്നാണ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. സെക്ഷൻ പ്രകാരം 15 ദിവസമാണ് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സെക്ഷനുമായി ബന്ധപ്പെട്ട് 15 ദിവസമാണെങ്കിലും റൂളുമായി ബന്ധപ്പെട്ട് എന്താണ് 7 days ആണ് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കണം, രണ്ടും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ ഷാൾ ബി ഫൈനൽ. ഈ ട്രിബ്യൂണലിൻ്റെ ഓർഡർ എപ്പോഴും ഫൈനലായിരിക്കും കേട്ടോ, ഫൈനലായിരിക്കും. ആസ് പെർ ഏത് സെക്ഷൻ പ്രകാരം? 82 പ്രകാരം. 82 പ്രകാരമാണ് ഫൈനൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. 82 എന്താണ്? 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. 82 സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. 82 പറയണത് ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ ഷാൾ ബി ഫൈനൽ. ഇനി ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അപ്പീൽ ടു മെമ്മോറാണ്ടം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 15 കേട്ടോ. ഫോം നമ്പർ 15 നമ്മളിവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. 60 ദിവസത്തിനകം നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുന്നു. നമുക്ക് തിരിച്ച് ഓർഡർ കിട്ടുന്നത് വിത്തിൻ 6 months ആണ്. ട്രിബ്യൂണൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സെക്ഷൻ പ്രകാരമാണെങ്കിൽ 15 ദിവസവും റൂൾ 116 വെച്ചിട്ട് റൂൾ പ്രകാരമാണെങ്കിൽ വിത്തിൻ 7 daysമാണെന്ന് ഓർത്തിരിക്കുക. ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ ഷാൾ ബി ഫൈനൽ ആസ് പെർ 82 സബ്സെക്ഷൻ 1 പ്രകാരം അത് ഫൈനലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പീൽ മെമ്മോറാണ്ടം ഓഫ് ദ ട്രിബ്യൂണൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്താണ്? ഫോം നമ്പർ 15 കേട്ടോ. അപ്പോൾ അപ്പീൽസ് ടു ട്രിബ്യൂണലിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 15 ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. സെക്ഷൻ 83 കേട്ടോ അടുത്തത്. അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. മറ്റ് അതോറിറ്റികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. അപ്പോൾ അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആരാണ്? ഈ അതർ അതോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമാണ് രജിസ്ട്രാറുമാണ്. ഈ രണ്ടാണ് ആൾക്കാരാണ് അതർ അതോറിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രാറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെൻറ്റും ഉണ്ട്, രജിസ്ട്രാറും ഉണ്ട് കേട്ടോ. ഗവൺമെൻറ്റും ഉണ്ട്, രജിസ്ട്രാറും ഉണ്ട്. ഓക്കെ, രണ്ടും ഓർത്തിരിക്കണം. ഇപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അതേപോലെ ഗവൺമെൻറ്റിനും അപ്പീൽ കൊടുക്കാം. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അതായത് 7 സബ്സെക്ഷൻ 2 റിഫ്യൂസിങ് ടു രജിസ്റ്റർ എ സൊസൈറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഓർഡർ ഇറങ്ങുകയാണ്, റിഫ്യൂസ് ചെയ്യുകയാണ്, അതായത് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു അന്ന് അപ്പീൽ കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ കഴിയും. ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? അപ്പീൽ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ആണെന്ന് പറഞ്ഞു അല്ലേ. ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ആണ് അങ്ങനെ അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പോൾ അസിസ്റ്റൻ്റ് നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് റെഫ്യൂസ് ചെയ്തെന്ന് വെക്കുക. നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തില്ല. ആരാണ് റിജക്റ്റ് ചെയ്തത്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ് റിജക്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ ആർക്കാണ് ഫയൽ ചെയ്യുക? ജോയിൻറ്റ് രജിസ്ട്രാർക്കാണ് അപ്പീൽ കൊടുക്കുക കേട്ടോ. അതായത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ തള്ളിക്കഴിഞ്ഞാൽ നമ്മളതിന് തൊട്ട് മുകളിലുള്ള ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കും. എന്നാൽ ഒറിജിനൽ രജിസ്ട്രാറാണ് നമ്മുടെ ഇത് തള്ളിയെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഗവൺമെൻറ്റിനാണ് കൊടുക്കുക. അപ്പോൾ അത് ഏത് കേസാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതാരാണ് വെച്ചാൽ അതിനനുസരിച്ച് ആസ് ദ കേസ് മേ ബി എന്നാണ് പറയുന്നത്. അതായത് അതാരാണെന്ന് ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഒന്നെങ്കിൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കേട്ടോ. ഇവിടെ കോമൺ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് പറയണത്. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് റെഫ്യൂസ് ചെയ്യുകയാണ്. ഒരു
ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു കഴിഞ്ഞാലും ആസ് പെർ സെക്ഷൻ 12 പ്രകാരം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ അപ്പീൽ ഫയൽ ചെയ്യാം. പിന്നെ അടുത്തത്, ഒരു സൊസൈറ്റി റിഫ്യൂസ് ചെയ്യുകയാണ് അഡ്മിറ്റ് എനി പേഴ്സൺ, ഇയാൾക്ക് ഇവിടെ അംഗത്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാരണം കാണിക്കാതെ അയാളെ എക്സ്പെല് ചെയ്യുകയാണ്. അപ്പോഴും എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിനോ RCSനോ രജിസ്ട്രാർക്കോ അപ്പീൽ ഫയൽ ചെയ്യാം. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ. അപ്പോൾ അത് നമ്മൾ ട്രിബ്യൂണലിലേക്ക് അല്ല പോവുക, ഇവിടെയാണ് പോവുക കേട്ടോ. ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി റിഫ്യൂസിങ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഓർ എക്സ്പെല്ലിങ് എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ആണെങ്കിലും ഈ ഒരു കേസാണ് 83 പ്രകാരം ഗവൺമെൻറ്റിനോ RCSനോ ആണ് പോവുക. പിന്നെ ഓർഡർ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓർഡർ ഇറക്കി, കോസ്റ്റ് ഓഫ് എൻക്വയറിയും ഇൻസ്പെക്ഷൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവുകൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് 67 കേട്ടോ. ഇൻസ്പെക്ഷനും എൻക്വയറിയുമായി ബന്ധപ്പെട്ട് വരുവാണെങ്കിലും ആർക്ക് ഫയൽ ചെയ്യാം, ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ഫയൽ ചെയ്യാം. ഓർഡർ ഓഫ് സർചാർജ് മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ, അപ്പോൾ രജിസ്ട്രാർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് കൊടുക്കുക കേട്ടോ. സർചാർജുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓർഡറിന്മേൽ 68 പ്രകാരം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കൊടുക്കും. രജിസ്ട്രാറാണ് ചെയ്തതെങ്കിൽ ഗവൺമെൻറ്റിന് കൊടുക്കുക അല്ലേ. രജിസ്ട്രാറിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് കൊടുക്കാം. ഓർഡർ ഓഫ് രജിസ്ട്രാർ ഡയറക്റ്റിംഗ് വൈൻഡിങ് അപ്പ്, അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് ആസ് പെർ സെക്ഷൻ 71 പ്രകാരം വരുവാണെങ്കിലും രജിസ്ട്രാറിനെയും ഗവൺമെൻറ്റിനെയും കൊടുക്കാം. ഓർഡർ ഓഫ് ലിക്വിഡേറ്ററിൻ്റെ ഓർഡറിന്മേൽ 73 പ്രകാരം വന്നു കഴിഞ്ഞാലും എക്സിക്യൂഷൻ 76 എക്സിക്യൂഷൻ. ഓർഡർ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ആസ് പെർ 78 കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിലെല്ലാം ഗവൺമെൻറ്റിനും രജിസ്ട്രാർക്കുമാണ് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം നമ്മൾ സെക്ഷൻസ് ഓർത്തിരിക്കണേക്കാൾ നല്ലത് നമ്മൾ ആദ്യം പറഞ്ഞ 3 കേസുണ്ടല്ലോ, ആദ്യം പറഞ്ഞില്ലേ നമ്മൾ, അതാകെ 3 കേസേ ഉള്ളൂ. അപ്പോൾ ആ 3 കേസ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതല്ലാത്ത ബാക്കി എല്ലാ കേസിനും ഗവൺമെൻറ്റിനും രജിസ്ട്രാർക്കോ ആണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. അതാകുമ്പോൾ കുറച്ച് പഠിച്ചാൽ മതി, ഇതാകുമ്പോൾ മുഴുവൻ പഠിക്കണം കേട്ടോ. അപ്പോൾ അത് സൗകര്യാർത്ഥം എങ്ങനെയാണ് നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കണം, സെറ്റ് ആവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ അടുത്തത് പറയുന്നത്, അപ്പീൽ ബിഫോർ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൾ ബി മെയ്ഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ഡിസിഷൻ. അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ഈ രജിസ്ട്രാറോ ഗവൺമെൻറ്റോ അപ്പീൽ എപ്പോഴാണ്, 60 ദിവസത്തിന് കിട്ടിക്കഴിഞ്ഞ്, ഓർഡർ ഓഫ് ഡിസിഷൻ കിട്ടിയിട്ട് 60 ദിവസത്തിന് വിത്തിൻ 60 daysനുള്ളിൽ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ അപ്പീൽ ഫയൽ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ, ജസ്റ്റ് ഓർത്തിരിക്കണം. വിത്തിൻ 60 days, ഈ ഭാഗമൊക്കെ ഈ ഡേയ്സുമായി ബന്ധപ്പെട്ടതൊക്കെ ഓർത്തിരിക്കണം. നമുക്ക് CSEBക്ക് ആണെങ്കിലും PSCക്ക് ആണെങ്കിലും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡേറ്റ്സൊക്കെ ഒരു കോളം പോലെ വരച്ച്, ഇപ്പം ചാപ്റ്റർ 13 ബന്ധപ്പെട്ട സംഖ്യകളാണ് നമുക്ക് പരസ്പരം മാറിപ്പോവുക. അപ്പം ഫോം നമ്പർ ഒരു സൈഡിൽ, പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഡേറ്റ്സുകൾ ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാ ചാപ്റ്റർ വൈസും നമ്മൾ കറക്റ്റായിട്ട് പക്ക നോട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ വേർതിരിച്ച് വെക്കുക, ഇന്ന ഭാഗത്ത് ഇന്നതുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ മാത്രമേ നമുക്ക് ലോ പഠിക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് പഠിക്കേണ്ട, മുറിച്ച് പഠിക്കാം. ഓക്കെ. അപ്പോൾ അപ്പീൽ ബിഫോർ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൾ ബി മെയ്ഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ഡെസിഷൻ. ഓർഡർ ഓഫ് ഡെസിഷൻ ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അപ്പീൽ കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് ദ ഓർഡർ ഓഫ് ഡെസിഷൻ വാസ് മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ദെൻ അപ്പീൽ ടു ഗവൺമെൻറ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. രജിസ്ട്രാറാണ് ഡിസിഷൻ എടുത്ത് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ആർക്കാണ്, ഗവൺമെൻറ്റിനാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ, ഇനിയിപ്പോൾ അഥവാ ഇഫ് ദ ഓർഡർ ഓഫ് ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ അതർ ദാൻ രജിസ്ട്രാർ, അതായത് രജിസ്ട്രാർ അല്ലാതെ അദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അപ്പീൽ ആർക്ക് കൊടുക്കാം, രജിസ്ട്രാർക്ക് കൊടുക്കാം. പിന്നെ റൂളിലൊരു കാര്യം പറയുന്നുണ്ട്. ആസ് പെർ റൂൾ 124 സബ്സെക്ഷൻ 9, അതിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, അപ്പീൽ ഫയൽഡ് അണ്ടർ 83(1)(c) പ്രകാരം ഫയൽ ചെയ്യുന്ന അപ്പീലുകൾ ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ അപ്പലേറ്റ് അതോറിറ്റി വിത്തിൻ എ പീരിയഡ് ഓഫ് 2 months എന്നാണ് പറയുന്നത് കേട്ടോ. 2 മാസത്തിനകം ഡിസ്പോസ് ചെയ്യണം, 2 മാസത്തിനകം വിധി പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത്. ഏത് കേസിലാണ്? 83(1)(c) പ്രകാരമുള്ളത്. അപ്പോൾ എന്താണ് 83(1)(c) നമുക്ക് പോയി നോക്കാം.
ഇതാണ് 83-1A, ഇത് 83-1B. അപ്പോൾ അതായത് 83-1C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി റിഫ്യൂസിങ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഓർ എക്സ്പെല്ലിങ് എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ആ കേസാണ് എടുത്തു പറയുന്നത് കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് അഡ്മിറ്റ് ചെയ്തില്ല, ആരായിട്ട്? മെമ്പറായിട്ട് അഡ്മിഷൻ കൊടുക്കാതെ റിഫ്യൂസ് ചെയ്യുകയോ അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്യുകയുമായി ബന്ധപ്പെട്ട ഡിസിഷന്മേലാണെങ്കിൽ എത്ര ദിവസത്തിനകം എന്നാണ് പറഞ്ഞത്? പീരിയഡ് ഓഫ് 2 monthsനകം എന്ത് ചെയ്യണം? വിധി കൊടുക്കണം, ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പലേറ്റ് അതോറിറ്റി വിധി കൊടുക്കേണ്ടത് ആ ഒരു കേസിൽ മാത്രം 2 മാസം, മറ്റുള്ളതിനൊക്കെ 6 മാസം കേട്ടോ. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ഓർത്തിരിക്കണം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. 124(9) പ്രകാരം എത്ര പീരിയഡിനുള്ളിലാണ് വിധി പ്രഖ്യാപിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്? അപ്പലേറ്റ് അതോറിറ്റി അപ്പീൽ ഡിസ്പോസ് ചെയ്യേണ്ട സമയപരിധി എത്രയാണെന്ന് വെച്ചാൽ 2 months ആണ്. എന്നാൽ ബാക്കിയുള്ള കേസിലോ ഓൾ അതർ കേസസ് പാസ് ആൻ ഓർഡർ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ. മറ്റെല്ലാ സ്ഥലത്തും എന്താണ്? 6 മാസമാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതായത് രജിസ്ട്രാറിനോ ഗവൺമെൻറ്റിനോ നമ്മൾ 60 ദിവസത്തിനകമാണ് ഓർഡർ ഓഫ് ഡിസിഷൻ കിട്ടിയിട്ട് ഫയൽ ചെയ്യേണ്ടത്. അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് 60 ദിവസമാണ്, അതിന് വ്യത്യാസമില്ല. പക്ഷേ ഈ ഒരാളേനെ റിഫ്യൂസ് ചെയ്യുക, അഡ്മിഷനിൽ നിന്ന് അഡ്മിറ്റ് ആവില്ല, ഇയാൾ ഈ മെമ്പറിനെ അഡ്മിറ്റ് ആക്കില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട മാത്രമാണ് 2 മാസം കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പലേറ്റ് അതോറിറ്റി 2 മാസത്തിനകം ഡിസ്പോസ് ചെയ്യണം, ബാക്കിയെല്ലാം 6 മാസത്തിനകം ഡിസ്പോസ് ചെയ്താൽ മതിയെന്ന് സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ. റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ. എന്താണ് റിവിഷൻ? റിവിഷൻ മീൻസ് സീ അഗെയിൻ. റിവിഷൻ മീൻസ് ദ re-examination ഓഫ് എനി ഡിസിഷൻ ഓർ അവാർഡ് passed by the lower court in order to satisfy its legality or propriety of the higher court. Revision means the re-examination ആണ് ഓഫ് എനി ഡിസിഷൻ ഓർ അവാർഡ് പാസ്ഡ് ബൈ ദ ലോവർ കോർട്ട്. ഒരു ലോവർ കോർട്ട് പുറപ്പെടുവിച്ച അവാർഡിൻ്റെ അല്ലെങ്കിൽ ഡിസിഷൻ്റെ റീഎക്സാമിനേഷൻ ആണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടി? ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് ലീഗാലിറ്റി ഓർ പ്രൊപ്രൈറ്റി ബൈ ദി ഹയർ കോർട്ട്. അതാണ് റിവിഷൻ അത് ഉദ്ദേശിക്കുന്നത്. നോ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് റിക്വയർഡ് ഫോർ റിവിഷൻ. റിവിഷൻ പെറ്റീഷൻ നൽകാൻ ഇത്ര സമയപരിധിക്കുള്ളിൽ റിവിഷൻ പെറ്റീഷൻ നൽകണം എന്ന ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നോ ടൈം ലിമിറ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറുണ്ട്, നമ്മൾ തെറ്റി എഴുതാറുമുണ്ട്. പക്ഷേ ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിവിഷൻ പെറ്റീഷൻ എത്രയാണ്? നോ ടൈം ലിമിറ്റാണ് കേട്ടോ, ടൈം ലിമിറ്റ് ഇല്ല. നോ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് റിക്വയർഡ് ഫോർ റിവിഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ എക്സാമിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാലപരിധി പറയുന്നില്ല. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ റിവിഷൻ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അവാർഡ് ലഭിച്ചു, പക്ഷേ അവാർഡ് ലഭിച്ചു, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെ അപ്പീൽ നൽകാനുള്ള 60 ദിവസം കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എന്തായില്ല, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. 60 days കഴിയുകയും അത് ചെയ്താൽ ലഭിച്ചിരിക്കുന്ന അവാർഡ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ട്രിബ്യൂണലിന് മുന്നിൽ റിവിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. അതാണ് പ്രധാനമായിട്ട് റിവിഷൻ്റെ കാര്യത്തിൽ പറയുന്നത് കേട്ടോ. റിവിഷൻ ബൈ ട്രിബ്യൂണൽ നൽകുന്ന സാഹചര്യം ഏതാണ്? ഒരു അവാർഡ് ലഭിക്കുകയും അപ്പീൽ നൽകാനുള്ള 60 days കഴിയുകയും ചെയ്താൽ ലഭിച്ചിരിക്കുന്ന അവാർഡ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ട്രിബ്യൂണലിന് മുമ്പാകെ റിവിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയണത്, ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പറഞ്ഞ കാലയളവിനുള്ളിൽ വിധിയൊന്നും വന്നില്ല. വിധി വരുന്നതിന് കാലതാമസം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? റിവിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിച്ച വിധിയുടെ ലീഗാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്രൈറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണലിൽ കൊടുക്കുന്നത് എന്താണ്? എന്ത് പെറ്റീഷനാണ്? റിവിഷൻ പെറ്റീഷനാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, വിധിയുടെ ലീഗാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്രൈറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണലിൽ നമ്മൾ കൊടുക്കുന്നത് റിവിഷൻ പെറ്റീഷനാണ്. എന്നാൽ അപ്പീൽ എന്താണ്? അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ RCS, അതായത് രജിസ്ട്രാറോ ആർബിട്രേഷൻ കോർട്ടോ എടുത്ത വിധി റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് ട്രിബ്യൂണലിനുള്ള അപ്പീൽ കേട്ടോ. അപ്പീൽ ടു ട്രിബ്യൂണൽ, അതാണ് സെക്ഷൻ 82 പറയണത്. റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തന്നിരിക്കുന്ന ഒരു വിധി റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ്
എന്ത് 82 പ്രകാരം അപ്പീൽ. എങ്കിൽ ഇത് ലീഗാലിറ്റി ഓർ പ്രൊപ്രൈറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണലിൽ കൊടുക്കുന്നതാണ് റിവിഷൻ പെറ്റീഷൻ. രണ്ടും ഓർത്തിരിക്കുക. ഇപ്പം ഇതിൽ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണലാണ്. റിവിഷന് ടൈം ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഇല്ല. ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിവിഷൻ പെറ്റീഷൻ ഇല്ല എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. അതായത് അപ്പോൾ ട്രിബ്യൂണൽ ഒരു ട്രിബ്യൂണലിൽ അങ്ങനെ ലഭിച്ചു, റിവിഷൻ ലഭിക്കുകയാണ്. അപ്പോൾ ട്രിബ്യൂണൽ അതായത് മുൻവിധിയോടുകൂടി പ്രവർത്തിച്ച് ന്യായമില്ലാത്തൊരു വിധിയാണ് പുറപ്പെടുവിച്ചതെന്ന് കണ്ടെത്തി തോന്നുകയാണ്. അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റിയും ഞാനും തമ്മിലുള്ളൊരു കേസാണെങ്കിൽ എനിക്ക് ലഭിച്ച വിധി അന്യായമാണ് എന്ന് മുൻവിധിയോടുകൂടി സൊസൈറ്റിക്ക് ആനുപാതികമായിട്ടാണ് നിലപാടെടുത്തതെന്ന് ട്രിബ്യൂണലിന് മനസ്സിലാവുകയാണ്. അതിൻ്റെ തക്ക എന്തെങ്കിലും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ രജിസ്ട്രാറോ ആരാണോ വിധി പുറപ്പെടുവിച്ചത്, ഒന്നെങ്കിൽ രജിസ്ട്രാർ ആവാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആവാം അല്ലേ, ആരാണോ വിധി പുറപ്പെടുവിച്ചത് അവരോട് ഒന്നുകൂടി ഒന്നാമത് തൊട്ടിട്ട് കേൾക്കാൻ പറയും. അതായത് പ്രൊസീഡിങ്സ് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവർ പ്രത്യേകിച്ചൊരു വിധി കൊടുക്കുന്നില്ല. നമ്മുടെ ട്രിബ്യൂണൽ പ്രത്യേകിച്ചൊരു അവാർഡ് അതിന്മേൽ പുറപ്പെടുവിക്കുകയല്ല ചെയ്യുന്നത്. ഒന്നേന്ന് കേൾക്കാൻ പറയും. ആരുടെ വിധിയാണോ അതിനെതിരെയാണോ എഗെയിൻസ്റ്റ് ആണോ കക്ഷി വന്നിരിക്കുന്നതെങ്കിൽ രജിസ്ട്രാറോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടോ ഫസ്റ്റ് തൊട്ടിട്ട് കേട്ടിട്ട് കറക്റ്റായിട്ടുള്ള വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് തന്നെ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിനു മുൻപേ അപ്പോൾ അതാണ് പ്രധാനം, അതാണ് സംഭവം കേട്ടോ. അത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് റിവ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ഇവർക്ക് അയക്കും, ഒന്നും കൂടി റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇവർക്ക് അയക്കും. തുടർന്ന് വരുന്ന സെക്ഷൻ 85 എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ബൈ ട്രിബ്യൂണലാണ്. ആദ്യത്തെ റിവിഷൻ, രണ്ടാമത്തെ റിവ്യൂ ആണ് കേട്ടോ. വിഷനും വ്യൂവും ഓർത്തിരിക്കുക, പിന്നെ ഓർത്തന്നെയുണ്ട്. സെക്ഷൻ 85 റിവ്യൂ ബൈ ട്രിബ്യൂണലാണ്. അപ്പോൾ റിവ്യൂ കൊടുക്കുന്നത് എന്താണ്, ഫോം നമ്പർ 16 കേട്ടോ. റിവ്യൂ കൊടുക്കുന്നത് ഫോം നമ്പർ 14. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ കൊടുക്കുന്നത് ഫോം നമ്പർ 16 ഓർത്തിരിക്കുക. ഈ റിവ്യൂ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ, ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രാർ അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി ഇൻട്രസ്റ്റഡ് റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ. ഇപ്പോൾ എനിക്ക് ഒരു വിധി ലഭിച്ചു ട്രിബ്യൂണലിൽ നിന്ന് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുകയാണെന്ത്, ഈ ട്രിബ്യൂണലിൻ്റെ വിധി അത്ര ഉചിതമല്ല എന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. ട്രിബ്യൂണലിനെതിരെയൊക്കെ നമ്മൾ ഒന്നും കൂടി അവരുടെ സമയമാണ് അല്ലേ, ഒരു വിലപ്പെട്ട സമയം നമ്മളൊരിക്കലും വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധി സർ ഒന്നും കൂടി പരിഗണിക്കണം എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇറ്റ്സ് ഓൺ ഓർഡർ, ട്രിബ്യൂണലിൻ്റെ അതേ വിധിക്കെതിരെ നമുക്കൊന്നും കൂടി വേണമെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിക്കുന്നതാണ് റിവ്യൂ ബൈ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ഷാൾ ബി പെർമിറ്റഡ് ഓൺലി വെൻ ദർ ഹാസ് ബീൻ ഡിസ്കവറി ഓഫ് ന്യൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഓഫ് എവിഡൻസ്. വെറുതെ പോയിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ, പുതിയ എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ തെളിവ് സമീപിക്കുന്നവൻ്റെ കയ്യിലുണ്ടാവണം. ട്രിബ്യൂണലിന് അത് ബോധ്യപ്പെടും വേണം, അല്ലെങ്കിൽ ഇത് തള്ളിപ്പോവും. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രിബ്യൂണൽ ശരിക്കും നമുക്ക് അനുകൂലമായൊരു വിധി തന്നെ നൽകുന്നതായിരിക്കും. പക്ഷേ അതിന് വ്യക്തമായ കാരണങ്ങളും പിന്നെ തെളിവാണല്ലോ പ്രധാനം. അപ്പോൾ റിവ്യൂ ഓഫ് ഓർഡർ ഷാൾ ബി പെർമിറ്റഡ് ഓൺലി വെൻ ദർ ഹാസ് ബീൻ ഡിസ്കവറി ഓഫ് ന്യൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഓഫ് എവിഡൻസ്. അതുണ്ടെങ്കിൽ മാത്രമേ റിവ്യൂവിന് സമീപിക്കാൻ കഴിയുള്ളൂ. സർ ഒന്നും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതാണ് റിവ്യൂ ബൈ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ഷാൾ ബി ഫയൽഡ് ബിഫോർ ട്രിബ്യൂണൽ. എത്ര ദിവസം, ഇവിടെ കാലപരിധി പറയുന്നുണ്ട്, വിത്തിൻ 90 days, 90 ദിവസത്തിനകം എന്തിന് സമീപിക്കണം എന്നാണ് പറയുന്നത്, റിവ്യൂവിന് സമീപിക്കണം. അതായത് ട്രിബ്യൂണലിനൊരു വിധി നമുക്ക് ലഭിച്ചു, ആ വിധി കിട്ടി, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് 90 ദിവസത്തിനകമാണ് കേട്ടോ. 90 ദിവസത്തിനകം വീണ്ടും ഒന്നും കൂടി റിവ്യൂ ചെയ്യണം സാർ എന്ന് പറഞ്ഞിട്ട് ട്രിബ്യൂണലിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ട്രിബ്യൂണൽ ചിലപ്പോൾ തള്ളാം, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപിക്കാം. അങ്ങനെ എന്തെങ്കിലും ഏതാണോ സാഹചര്യം വെച്ചാൽ അതിനനുസരിച്ച് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റിവിഷൻ എന്താണെന്ന് മനസ്സിലായി, റിവ്യൂ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിവിഷന് ടൈം ലിമിറ്റ് ഇല്ല, റിവ്യൂവിന് എന്തുണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 86 പറയുന്നത് ഇൻ്റർലൊക്കേറ്ററി ഓർഡർ ബൈ ട്രിബ്യൂണലാണ് കേട്ടോ. ഇൻ്റർലൊക്കേറ്ററി ഓർഡർ. അപ്പോൾ എന്താണ് ഇൻ്റർലൊക്കേറ്ററി ഓർഡർ എന്ന് പറഞ്ഞാൽ, അതൊരു ഇടക്കാല ഉത്തരവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റിവിഷന് ഒരു കക്ഷി പോയി, അപ്പോൾ വീണ്ടും ഒന്നേ തൊട്ടിട്ട് RCSനോടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനോടോ പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ പറഞ്ഞു അല്ലേ. അതിനു വേണ്ടി ഒരു ഇടക്കാല ഉത്തരവ് ഇട്ടു, ഇൻ്റർലൊക്കേറ്റിംഗ് ഓർഡർ ഇട്ടു കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർലൊക്കേറ്റിംഗ് ഓർഡർ നിലവിൽ പുറപ്പെടുവിക്കുന്നത് ആരാണ്,
ആരാ പുറപ്പെടുവിക്കുന്നത്? ട്രിബ്യൂണലാണ് പുറപ്പെടുവിക്കുന്നത്. ആ ഇടക്കാല ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, ഓർഡർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പഴയ ഓർഡർ ആരുടെയാണോ, ചിലപ്പോൾ RCSൻ്റെ ആവാം, രജിസ്ട്രാറുടെ ആവാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ആവാം, ആരുടെ തീരുമാനമായാലും അത് പിന്നെ അവിടെ വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. പിന്നെ അവർ എന്ത് ചെയ്യണം? ഫസ്റ്റ് തൊട്ട് പ്രൊസീഡിങ്സ് തൊട്ട് സിവിൽ പ്രൊസീജിയർ കോഡിലാണ് അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒരു വിധിയും കൂടി അവരെന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കക്ഷികളെ വിളിച്ചു ചേർത്ത് ആദ്യം തൊട്ട് ഒന്നും കൂടി കറക്റ്റായിട്ടുള്ള പ്രോസസ്സ് ഒന്നും കൂടി ചെയ്യണം. അപ്പോൾ ഇൻ്റർലൊക്കേറ്ററി ഓർഡർ പുറപ്പെടുവിക്കുന്ന ആരാണെന്നുള്ള ചോദ്യം ട്രിബ്യൂണലാണ് പുറപ്പെടുവിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇൻ്റർലൊക്കേറ്ററി ഓർഡറുമായി ബന്ധപ്പെട്ട ഫോം നമ്പർ എന്താണ്? 18 ഓർത്തിരിക്കണം കേട്ടോ. ഇൻ്റർലൊക്കേറ്ററി ഓർഡറുമായിട്ടുള്ള ഫോം നമ്പർ എന്താണ്? 18 ഓർത്തിരിക്കണം. പിന്നെ സെക്ഷൻ 87 അടുത്തത് വരുന്നത്. പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. പിന്നെ എന്താ പറയണത്? പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. ഇപ്പം നമ്മൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ആരാണ്? ട്രിബ്യൂണലാണ് അല്ലേ. ഇവിടെ റിവിഷൻ ചെയ്യാനുള്ള അധികാരം ആർക്കും ഉണ്ട് എന്നാണ് പറയണത്? ഗവൺമെൻറ്റിനും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഗവൺമെൻറ്റിനും റിവിഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. രജിസ്ട്രാർക്കും ഗവൺമെൻറ്റിനും ഉണ്ട്. അത് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ കാലപരിധിയാണ് പറയണത്. എന്ത് എത്ര പറയണത്? 3 months ആണ് പറയണത് കേട്ടോ. അത് അതിൻ്റെ കാലപരിധി എത്ര ദിവസത്തിനുള്ളിൽ പുറപ്പെടുവിക്കണം എന്നാണ് പറയണത്? 3 monthsനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അതായത് 87 പറയണത് എന്താ വെച്ചാൽ, ദ അപ്പീൽ ദാറ്റ് ആർ പ്രസൻറ്റഡ് ബിഫോർ ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ബിഫോർ ദ ട്രിബ്യൂണൽ, ദ റിവിഷൻ അതോറിറ്റി ഷാൾ ബി രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്. രജിസ്ട്രാർ ഗവൺമെൻറ് ആണ് കൊടുത്തു വെച്ചാൽ അവർക്കാണല്ലോ അധികാരം, റിവൈസ് ചെയ്യാനുള്ള അധികാരം അവർക്കാണ് അല്ലേ. അപ്പോൾ അത് 3 monthsനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയണത്. അതിനനുസരിച്ച് അവർ തീരുമാനം എടുക്കും കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം ഇത്രയാണ്. ഇനിയുണ്ട്. ഇനി എന്താ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഫോം നമ്പറുകൾ വരുന്നുണ്ട്. പിന്നെ ഫീ സ്ട്രക്ചർ ധാരാളം വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ റൂളിലാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റൂള് കംപ്ലീറ്റ് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഡേറ്റ്സുകൾ കുറച്ച് വന്നിട്ടുണ്ട്. ആ ഡേറ്റ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.